വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പാപ്പാസ് സ്പെക്ടക്കിൾസ് എന്ന പാഠത്തിൻ്റെ എക്സസൈസാണ്. 5ാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങളാണിപ്പോൾ പഠിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. Encircle the word that is spelt correctly. What has been done for you? കൃത്യമായ സ്പെല്ലിംഗ് കറക്റ്റായിട്ടുള്ള വാക്കിനെ നിങ്ങൾ റൗണ്ട് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. എൻസർക്കിൾ ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽറ്റ് കറക്റ്റ്ലി. കറക്റ്റായി സ്പെല്ലിംഗ് എഴുതിയിട്ടുള്ള വാക്കിനെ നിങ്ങൾ റൗണ്ട് ചെയ്യണം. ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ, WATTER വാട്ടർ, WATER വാട്ടർ, WETER വാട്ടർ. അപ്പം നമുക്കറിയാം WATER ആണ് വാട്ടർ. അതുകൊണ്ട് ആ വേർഡ് നമ്മൾ റൗണ്ട് ചെയ്യണം. അടുത്ത വേർഡ് വെജിറ്റബിൾസ് എന്നാണ്. VEGTABLES എന്നാണ് വെജിറ്റബിൾസിൻ്റെ സ്പെല്ലിങ്. ആദ്യം എഴുതിയിരിക്കുന്നത് രണ്ടാമത് എഴുതിയിരിക്കുന്നതും തെറ്റാണ്. മൂന്നാമത് എഴുതിക്കുന്ന വെജിറ്റബിൾസ് എന്നുള്ളതാണ് സ്പെല്ലിങ്ങാണ് കറക്റ്റായിട്ടുള്ളത്. VEGTABLES അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അത് റൗണ്ട് ചെയ്യണം. അടുത്ത വേർഡ് ബലൂണാണ്. BALLOON ആണ് ബലൂൺ. അതുകൊണ്ട് ആദ്യത്തെ വാക്കാണ് കറക്റ്റായിട്ടുള്ളത്. BALLOON അത് റൗണ്ട് ചെയ്യണം. നാലാമത്തത് HAUS ഹോസ്, HOUS ഹൗസ്, HOUSD ഹൗസ്. അതിൽ HOUS ഹൗസ് രണ്ടാമത്തെ വാക്കാണ് കറക്റ്റായിട്ടുള്ളത്. അത് നിങ്ങൾ റൗണ്ട് ചെയ്യണം. മൂന്നാമത്തേത് എലിഫൻ്റാണ്. ELEPHANT ആണ് എലിഫൻ്റ്. അതുകൊണ്ട് ആദ്യത്തെ വാക്ക് നിങ്ങൾ റൗണ്ട് ചെയ്യണം. സ്പെക്ടക്കിൾസ് SPECTACLES. അപ്പോൾ മൂന്നാമത്തെ വാക്കാണ് അത് കറക്റ്റായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സ്പെക്ടക്കിൾസിന് മൂന്നാമത്തെ വാക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അത് ആറാമത്തെ കിടക്കുന്ന ചോദ്യത്തിലെ മൂന്നാമത്തെ വാക്ക് സ്പെക്ടക്കിൾസ് ആണ് ശരിയായിട്ടുള്ളത്. കാർപ്പൻ്റർ, CARPENTER കാർപ്പൻ്റർ അതാണ് ശരി. KRPENTER എന്നുള്ളത് തെറ്റാണ്. CRPINTER എന്നുള്ളതും തെറ്റാണ്. ശരിയായിട്ടുള്ള വേർഡ് CRPENTER എന്നുള്ളതാണ്. അടുത്തത് ഫ്രൂട്ടാണ്. FRUIT ആണ് ഫ്രൂട്ട്. അപ്പോൾ മൂന്നാമത്തെ വേർഡാണ് ശരി. FRUIT ഫ്രൂട്ട്. റിസീവ്, RECEIVEC റിസീവ്. അത് ഒമ്പതാമത്തെ ചോദ്യമാണ്. RECIVE റിസീവാണ് ശരി. രണ്ടാമത്തവും മൂന്നാമത്തവും തെറ്റായിട്ടുള്ള വാക്യങ്ങളാണ്. പ്രിൻസിപ്പൽ, അടുത്തത് പ്രിൻസിപ്പലാണ്. PRINCIPAL പ്രിൻസിപ്പൽ രണ്ടാമത്തെ വാക്കാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ വാക്ക് റൗണ്ട് ചെയ്യണം. കേട്ടോ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ സ്റ്റോറി യൂസിങ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. കറക്റ്റ് പ്രപ്പോസിഷൻ ചേർത്ത് പൂരിപ്പിക്കണം. അപ്പോൾ എന്താണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? സ്ഥലം, സമയം, സ്ഥാനം, രീതി എന്നിവയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ്. അങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് അറൗണ്ട്. അറൗണ്ട് എന്ന് AROUND അറൗണ്ട്, ചുറ്റുപാടും എന്നൊക്കെ അർത്ഥം. ആഫ്റ്റർ പിന്നീട്, ബിഫോർ മുൻപ്, ഇൻ അകത്ത്, എബവ് മുകളിൽ, ഓൺ അതും മുകളിൽ നിന്നാണ്. അടുത്തത് എമങ് എന്നാണ്. എമങ് മീൻസ് ഇടയ്ക്ക്. നമുക്ക് പ്രിപ്പോസിഷനൊക്കെ ഒന്ന് ചേർത്ത് നോക്കാമേ. മൈ ഫാദർ ഹാസ് എ ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് ഹിസ് സ്പെക്ടക്കിൾസ്. മൈ ഫാദർ ഹാസ് എ ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് ഹിസ് സ്പെക്ടക്കിൾസ് ഇൻ റാൻഡം പ്ലേസസ്. ഇന്നാണ് വേണ്ടത് അവിടെ. എൻ്റെ അച്ഛന് സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായാലും സ്വഭാവം? ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് ഹിസ് സ്പെക്ടക്കിൾസ് ഇൻ റാൻഡം പ്ലേസസ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഇൻ റാൻഡം പ്ലേസസ്. ലാസ്റ്റ് വീക്ക് ഹീ കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് സ്പെക്ടക്കിൾസ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് കണ്ണാടി കണ്ടെത്താൻ പറ്റിയില്ല. ആൻഡ് ലുക്ക്ഡ് അറൗണ്ട് ദ ഹൗസ്. വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ നോക്കി. ഹി ലുക്ക്ഡ് അറൗണ്ട് ദ ഹൗസ് ആൻഡ് ചെക്ക് ദ ബിഗ് ബോക്സ് ദാറ്റ് റീച്ച് എബവ് അവർ വേസ്റ്റ്. എന്നിട്ടോ വി ചെക്ക് ദ ബിഗ് ബോക്സ് ദാറ്റ് റീച്ച് എബവ് അവർ വേസ്റ്റ്. ഞങ്ങളുടെ അരയേക്കാൾ കൂടുതൽ പൊക്കമുള്ള പെട്ടിക്കകത്ത് വരെ നോക്കി.
മൈ ഫാദർ ലുക്ക്ഡ് ഫോർ ദ സ്പെക്ടക്കിൾസ്. എൻ്റെ അച്ഛനാണ് സ്പെക്ടക്കിൾസൊക്കെ നോക്കിയത്. എവിടെയാ? among the newspapers kept on the table. He continued searching for 2 hours. 2 മണിക്കൂറോളം അദ്ദേഹം അവിടെ എല്ലാം തപ്പി. അടുത്തത് ആ ബ്ലാങ്കിൽ കൊടുക്കേണ്ട എന്താണ്? ബിഫോർ ഫൈനലി ഗിവിങ് അപ്പ്. അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ബിഫോർ ഫൈനലി ഗിവിങ് അപ്പ് ഹീ സാറ്റ് ഡൗൺ ഓൺ ദ ബെഡ്. അദ്ദേഹം കിടക്കയിലിരുന്നു. എന്നിട്ടോ ആഫ്റ്റർ ഗിവിങ് വൺ ഫൈനൽ ലുക്ക് ടു ദ റൂം, വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ആൻഡ് സെഡ് വിത്ത് എ സൈ, ഒരു നിശ്വാസത്തോടെ പറഞ്ഞു, ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് എ ന്യൂ പെയർ. ഇതിപ്പം എനിക്കൊരു പുതിയ ജോഡി സ്പെക്ടക്കിൾസ് മേടിക്കണമെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത്, യൂസ് ദ ക്ലൂസ് ഗിവൺ ബിലോ ടു കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. താഴെ തന്നിരിക്കുന്ന ക്ലൂസൊക്കെ ഉപയോഗിച്ച് ഒരു പദപ്രശ്നം പൂരിപ്പിക്കണം. ക്രോസ് വേർഡ് പസിൽ മീൻസ് പദപ്രശ്നം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് വായിച്ച് നോക്കണം. എക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. നോട്ട് ഫാർ. നോട്ട് ഫാർ എന്ന് പറഞ്ഞാൽ നിയർ എന്നാണ്. ഇറ്റ് ഈസ് നിയർ. നോട്ട് ഫാർ, ഇറ്റ് ഈസ് നിയർ. അപ്പോൾ ഫാറിൻ്റെ ഓപ്പോസിറ്റാണ് തന്നിരിക്കുന്നത്. ഫാർ ഓപ്പോസിറ്റ് നിയർ. ഒന്ന് എക്രോസ് ആണ്, 2ലാണ് നോട്ട് ഫാർ എന്നുള്ളത്. താഴേക്ക് നോക്കുമ്പോഴോ ഒന്ന് ഐ സെഡ് നോ ബട്ട് ഹീ സെഡ് യെസ്. അപ്പോൾ നോയുടെ ഓപ്പോസിറ്റാണ് യെസ്. ഐ സെഡ് നോ ബട്ട് ഹീ സെഡ് യെസ്. നോയുടെ ഓപ്പോസിറ്റാണ് യെസ്. 6 എന്ന് പറയുന്നത് നോക്കിയേ. ഐ വോണ്ട് ഡാഷ് ക്ലോത്ത്സ്, ക്ലീൻ ക്ലോത്ത്സ്. എന്തുകൊണ്ടാണ്? നോട്ട് ദ ഡേർട്ടി വൺസ് എന്ന് പറഞ്ഞാൽ ഡേർട്ടിയുടെ ഓപ്പോസിറ്റാണ് ക്ലീൻ ആകാൻ വേണ്ടിയത്. ഐ വോണ്ട് ക്ലീൻ ക്ലോത്ത്സ് നോട്ട് ദ ഡേർട്ടി വൺസ്. 3ാമത് താഴേക്ക് കൊടുത്തിരിക്കുന്ന സംതിങ് സ്മോൾ ഈസ് നോട്ട് ബിഗ്. അപ്പോൾ സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ബിഗ് ആണെന്ന് മനസ്സിലാക്കണം. നോട്ട് ഇൻസൈഡ്, ഇൻസൈഡിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട്സൈഡാണ്. നോട്ട് ഇൻസൈഡ്, പ്ലേ ഔട്ട്സൈഡ്. ഡോണ്ട് ബി സാഡ്, ബി ഹാപ്പി. ഡോണ്ട് ബി സാഡ്, ബി ഹാപ്പി എന്ന് പറയാം അല്ലേ? ഡോണ്ട് ബി സാഡ്, ബി ഹാപ്പി. അപ്പോഴേ സാഡിൻ്റെ ഓപ്പോസിറ്റാണ് ഹാപ്പി എന്നാണ് അറിയേണ്ടത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. യു ആർ സ്ലോ ബട്ട് ഷീ ഈസ് ഫാസ്റ്റ്. അപ്പോൾ സ്ലോയുടെ ഓപ്പോസിറ്റാണ് ഫാസ്റ്റ്. യു ആർ സ്ലോ, ഷീ ഈസ് ഫാസ്റ്റ്. വെൻ ഇറ്റ് ഈസ് നോട്ട് ബ്രൈറ്റ് ഇറ്റ് ഈസ് ഡാർക്ക്. എപ്പോഴാണോ ബ്രൈറ്റ് അല്ലാത്തത് ദെൻ ഇറ്റ് ഈസ് ഡാർക്ക്. അപ്പോൾ ഡാർക്ക് എന്നാണ് പറയുക. അപ്പോൾ ബ്രൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡാർക്ക് എന്നാണ്. BRIGHT ബ്രൈറ്റ്, DARK ഡാർക്ക്. അടുത്തത് നോട്ട് ഹോട്ട്. ഷീ ലൈക്സ് കോൾഡ് കോഫി. ഹോട്ടിൻ്റെ ഓപ്പോസിറ്റ് കോൾഡ് എന്നാണ്. ഹോട്ട് ഓപ്പോസിറ്റ് കോൾഡ്. അടുത്തത് നോക്കാം. നോട്ട് ബോട്ട്, വാങ്ങിയതല്ല. നോട്ട് ബോട്ട് ബട്ട് എന്തായിരിക്കാം? സോൾഡ്. SOLD, സോൾഡ്. നോട്ട് ബോട്ട് ബട്ട് സോൾഡ്. അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ അതിൻ്റെ ഓപ്പോസിറ്റുകളൊക്കെ നേരെ ചൊവ്വെന്ന് എഴുതി പഠിക്കാം അല്ലേ? എഴുതിയത് കാട്ടിത്തരാമേ. ഫാർ ഓപ്പോസിറ്റ് നിയർ. നോ ഓപ്പോസിറ്റ് യെസ്. ക്ലീൻ ഓപ്പോസിറ്റ് ഡർട്ടി. സ്മോൾ ഓപ്പോസിറ്റ് ബിഗ്. ഇൻസൈഡ്, ഇൻസൈഡ് മീൻസ് അകത്ത്. ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് മീൻസ് പുറത്ത്. സാഡ് ഓപ്പോസിറ്റ് ഹാപ്പി. സ്ലോ ഓപ്പോസിറ്റ് ഫാസ്റ്റ്. ബ്രൈറ്റ്, നല്ല തിളക്കമുള്ളത്. ഡൾ, തിളക്കമില്ലാത്തല്ല. ഡാർക്ക്, ഡാർക്ക്. ബ്രൈറ്റ് ഓപ്പോസിറ്റ് ഡാർക്ക്. ഹോട്ട് ഓപ്പോസിറ്റ് കോൾഡ്. ബോട്ട് ഓപ്പോസിറ്റ് സോൾട്ട്. ബോട്ട് വാങ്ങിച്ചത്, സോൾഡ് വിറ്റത്. കേട്ടോ? അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഈ ക്രോസ് വേർഡ് പസിൽ, ഈ പദപ്രശ്നം ഒന്ന് പൂരിപ്പിക്കാൻ. ആ ക്രോസ് വേർഡ് പസിൽസ് പൂരിപ്പിച്ച് ഞാനത്തെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓപ്പോസിറ്റ്സ് പഠിക്കണം. എങ്ങനെയാണ് ക്രോസ് വേർഡ് പസിൽ പൂരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ വായിച്ച് പഠിക്കണം, മനസ്സിലാക്കി എഴുതി പഠിക്കണം കേട്ടോ. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.